ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? നമുക്ക് വിശേഷതയുണ്ടോ എന്ന് പൗലോസ് ചോദിച്ചപ്പോൾ കർത്തൃദാസന്മാരും ദൈവമക്കളും അടങ്ങുന്ന ആളുകൾക്കൊരു തെറ്റിദ്ധാരണ വരരുത്. റോമർക്കായി ലേഖനം എഴുതിയിരിക്കുന്നത്, റോമാസഭക്കാരോട് ചോദിക്കുന്നത് നമുക്ക് വല്ല വിശേഷതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് പൗലോസ് തന്നെ പറയുകയാണ്, നമുക്കൊരു വിശേഷത ഇല്ലെന്ന് പറയുവാണെങ്കിൽ പിന്നെ നമ്മൾ യോഗം നടത്തുന്നത് എന്തിനാ? സ്തോത്രം. ഒരു വിശേഷതയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ പ്രസംഗിക്കുന്നത്? പിന്നെ എന്തിനാ ആളുകളെ ഇങ്ങോട്ട് വരാൻ പറയുന്നത്? അപ്പം നമുക്കെന്ന് ഉദ്ദേശിച്ചത് പൗലോസിനെയോ സഭയെയോ ആണെന്ന് കരുതരുത്. അങ്ങനെ കരുതിയാൽ വേദപുസ്തകത്തിന് പോലും അർത്ഥമില്ലാതെ. കാരണം ഒരു വിശേഷത ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ യോഗം നടത്തിയിട്ടോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ പ്രസംഗിച്ചിട്ടോ കഥയില്ലല്ലോ. നമ്മൾ ലോകത്തോട് ജാതിമത ഭേദമന്യേ പറയുന്നു, ഇതിനകത്ത് വന്നാൽ വിശേഷത ഉണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിക്കുന്ന ദൈവമക്കളല്ലേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വിശേഷത ഉണ്ടായത് യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ്. അതിന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ മൗനമായാലും ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളെ നോക്കി പറയും, എൻ്റെ ജീവിതത്തിന്റെ വിശേഷതയുടെ കാരണം യേശുവിനെ അറിഞ്ഞതാണ്. ഒരു വിശേഷതയില്ലാതെ വെറും സ്തോത്രം ആക്രി പിറക്കിയിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ആരും തിരിഞ്ഞു നോക്കാത്തൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ. ഇന്ന് ഇവിടെ കർത്തൃദാസന്മാർ മാറി മാറി പറഞ്ഞപ്പോൾ ആമുഖങ്ങളില്ലാതെ സ്തോത്രം സുപരിചിതനാണെന്നൊക്കെ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മിക്കവാറും പുറകിലിരുന്ന് കണ്ണു നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കും. കാരണം വിശേഷതകളില്ലാതെ 4 പേർ അറിയുന്നെങ്കിൽ അതിൻ്റെ കാരണം ക്രിസ്തുവേശു നിമിത്തമാണ്. യേശുവിങ്കിലേക്ക് വന്നവർക്കെല്ലാം വിശേഷത ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ പൗലോസ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്താ? പൗലോസ് ഇവിടെ മാനവരാശിയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. മനുഷ്യവർഗത്തെയാണ്. അങ്ങനെ റോമാലേഖനത്തിൽ പല കാര്യങ്ങളും പൗലോസ് മനുഷ്യന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിലെ ഉള്ളടക്കം മുഴുവൻ അങ്ങനെയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് ചോദിച്ചത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അപ്പോസ്തലനായി അഭിഷേകം പ്രാപിച്ച് ലേഖനം എഴുതി 10-30 സഭയും സ്ഥാപിച്ച് അങ്ങനെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, പാപത്തിന് അധീന ശരീരത്തിലാന്ന് പറയുന്നത് യുക്തിയാണോ? ഇപ്പൊ പൗലോസ് വീണ്ടെടുക്കപ്പെട്ട പൗലോസ് അദ്ദേഹത്തെ ചൊല്ലി അല്ല പറയുന്നത്. മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ കുരുക്കിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ വ്യഥയാണ് സിംബോളിക്കായി അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ സൂക്ഷിച്ച് വായിച്ചെങ്കിലേ ആ പദങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഈ വാക്യം മനുഷ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്ന് 850 കോടി ആളുകൾ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു. 850 കോടി ആളുകൾ ആദാമ്യവർഗം അഥവാ മനുഷ്യവർഗം ലോകത്തിൽ ഉണ്ടായതിനു ശേഷം ഇത്രയും ആളുകൾ ഒന്നിച്ചു ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 850 അത്രയ്ക്ക് ജനനിബിഡമാണ് നമ്മുടെ പ്രപഞ്ചം, ഈ ഭൂമി. ഈ 850 കോടി ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇത്രയും ആളുകളുടെ പ്രതിനിധിയായി ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെ പിരിമുറുക്കം മാറണമെങ്കിൽ, ആ കാര്യം മനസ്സിലാകണമെങ്കിൽ ആ ചോദ്യം നമുക്ക് ഇങ്ങനെ ചോദിക്കാം. സ്തോത്രം. ആകയാൽ എന്ത് നമുക്ക് എന്നുള്ളിടത്ത് മനുഷ്യന് എന്നെഴുതണം. എന്നിട്ട് നമുക്ക് ചിന്തിക്കണം, ആകയാൽ എന്ത് മനുഷ്യന് വല്ല വിശേഷതയുണ്ടോ? ചോദ്യകർത്താവ് തന്നെ മറുപടി പറയുന്നു, അശേഷമില്ല. അശേഷമില്ല. അപ്പോഴും നിങ്ങൾക്കൊരു മനസ്താപം തോന്നും. കാരണം കുളിച്ചൊരുങ്ങി ഉടുത്തൊരുങ്ങി 2 നില വീട്ടിൽ താമസിച്ച് 40 ലക്ഷം രൂപയുടെ കാറിന് വന്ന് 4 മക്കൾ വിദേശത്തും കൊച്ചുമക്കൾക്ക് എല്ലാത്തിനും A+ കിട്ടിയിട്ടും ആലത്തൂര് പ്രസംഗിക്കാൻ വന്ന ഞാൻ നിങ്ങളോട് ഒരു വിശേഷതയില്ലെന്ന് പറഞ്ഞിട്ട് പോയാൽ സ്തോത്രം അതൊരു യുക്തിസഹജമാകുകയല്ല. പിന്നെ എന്താണ് വിശേഷത എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിച്ചത്? സ്തോത്രം. നമ്മൾ നന്നായിട്ട് കുളിച്ചൊരുങ്ങി മുടിയൊക്കെ കെട്ടി ഫേഷ്യലൊക്കെ ചെയ്ത് നന്നായിട്ട് നടക്കുവാണെങ്കിൽ ഒത്തിരി വിശേഷത തോന്നും. നമുക്ക് താലന്തുകൾ, കഴിവുകൾ, വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ, ഈ ലോകം ഉയർന്നത്, വളർന്നത്, പ്രപഞ്ചം വളർന്നതെല്ലാം വിശേഷത കൊണ്ടാണ്. പക്ഷേ ദൈവമാണ് മനുഷ്യന്റെ സൃഷ്ടാവ്. ദൈവം ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ലെങ്കിൽ ബാക്കി എന്തൊക്കെ നടന്നാലും ദൈവത്തിന് പറയേണ്ടി വരും, ഒരു വിശേഷതയില്ലാതെയായി മാറി. സ്തോത്ര ഹല്ലേലൂയ. ഞാൻ ഉദാഹരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ കാര്യം പറയാം, കൊച്ചു കൊച്ചു ഉദാഹരണങ്ങൾ കൊണ്ട്. സ്തോത്ര ഹല്ലേലൂയ. 50,000 രൂപ കൊടുത്ത് നിങ്ങളൊരു പശുവിനെ മേടിച്ച് നിങ്ങളുടെ തൊഴുത്തിൽ കെട്ടി 10 ലിറ്റർ പാല് കറക്കുമെന്നാണ് പറഞ്ഞത്.
50,000 രൂപ കൊടുത്തു, കാഴ്ചയ്ക്കും നന്നായിരിക്കുന്നു, ശരീരവും തടുപ്പും കൊഴുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ തൊഴുത്തിൽ കെട്ടിയപ്പോൾ 2 ലിറ്റർ പാലേ കറക്കുന്നുള്ളെങ്കിലും പശുവിന് 106 കിലോ തൂക്കം ഉണ്ടെങ്കിലും നിങ്ങൾ പറയും ഒരു വിശേഷതയില്ലാതെയായി. അതിനാ 106 കിലോ തൂക്കമുള്ള സാധനം തൊഴുത്തിൽ നിൽക്കുന്നില്ലേ? 106 കിലോ തൂക്കമുള്ളതോ കണ്ടാൽ പുള്ളിയും മറുകുള്ളതല്ല വിശേഷം. നിങ്ങൾ കൊടുത്ത് 50,000 രൂപയുടെ മുതലൊക്കണമെങ്കിൽ 10 ലിറ്റർ പാല് വരണം. അതല്ലെങ്കിൽ തൊഴുത്ത് നിറഞ്ഞു നിന്നാലും ഒരു പ്രസവത്തിന് 2 കുട്ടിയെ പ്രസവിച്ചാലും നിങ്ങൾ മുതൽ മുടക്കിയവർ പറയും ഒരു വിശേഷതയില്ല പാസ്റ്ററെ, കാശ് പോയി. അങ്ങനെയല്ലേ പറയുള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്വന്തം സദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യന് ദൈവത്തിന്റെ സകല കഴിവും കൊടുത്ത്, സ്വത്രം ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഭാവം കൊടുത്ത് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല മനുഷ്യൻ നടക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ കണ്ണെഴുതിയാലും ഹൈ ഹീൽഡ് ഷൂസ് ഇട്ടാലും 5 പെർഫ്യൂം അടിച്ചാലും സ്വത്രം 50 ലക്ഷത്തിന്റെ കാറിൽ നടന്നാലും സ്വർഗത്തിലെ ദൈവം മോളിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് പറയുന്നത് ഒരു വിശേഷതയില്ല. ഹല്ലേലൂയ. ഈ വർഷത്തെ ആലത്തൂർ സെൻട്രൽ കൺവെൻഷന്റെ പ്രഥമ രാത്രി പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ വിശേഷതയില്ലാത്ത ചിലരെ ദൈവത്തിന്റെ വചനം കൊണ്ട്, ദൈവത്തിന്റെ സഭ നിമിത്തം, സുവിശേഷ നിമിത്തം, ഈ ഇരിക്കുന്ന കർത്തൃദാസന്മാരും ദൈവമക്കളും നിമിത്തം ചിലരെ വിശേഷതയുള്ളവരെ ആക്കി മാറ്റാൻ സ്വർഗം വേർതിരിച്ചവരാണ് വീണ്ടെടുക്കപ്പെട്ടവരായ ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രി കൃപയുള്ള, കൃപാവരമുള്ള, ആത്മഭാരമുള്ള, ദൈവവിളിയുള്ള ദൈവത്തിന്റെ ദാസീദാസന്മാർ എൻ്റെ പുറകിലോ മുമ്പിലോ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 2 മുനയുള്ള വാളാ വചനം. ഒന്നാമത്തത്, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ 2024 തീരുന്നതിനേക്കാൾ മുമ്പ് ചിലരെ വിശേഷതയുള്ളവരാക്കി മാറ്റാൻ സ്വർഗം എനിക്കൊരു കൃപ തരണം, ദൈവം എനിക്കൊരു അഭിഷേകം തരണം, എൻ്റെ സെന്ററിനൊരു കൃപ തരണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉറപ്പു തരാം, പ്രാർത്ഥിക്കുന്നവനെ ഉപയോഗിക്കുന്ന ദൈവം ചിലരെ ഏത് തടസ്സങ്ങൾക്കും അപ്പുറം വിശേഷതയുള്ളവരാക്കി മാറ്റാനുള്ള കൃപ തരും. ഹല്ലേലൂയ. റമാന ശഖാന ഹംദരക്ഷസിയ. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് കേവലം രോഗിയെ സൗഖ്യമാക്കാനല്ല, ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് ഹല്ലേലൂയ ഏതെങ്കിലും ഒരു അത്ഭുതം നടത്താനല്ല, പച്ചവെള്ളത്തിന്റെ മീതെ നടക്കാനോ വെള്ളം വീഞ്ഞാക്കി കൊടുക്കാനോ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാനല്ല. അതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ യേശു ദൈവം ജഡമെടുത്ത് ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം വിശേഷത നഷ്ടപ്പെട്ട മനുഷ്യനെ വിശേഷതയുള്ളവനാക്കി മാറ്റാൻ. ഹല്ലേലൂയ. ആട്ടുകൊറ്റന്മാരുടെ കാളക്കിടാങ്ങളുടെയും രക്തത്തിന് കഴിയാതെ പോയപ്പോൾ സ്വന്തം ചങ്കിലെ ചോരയാൽ ചിലരെ വിശേഷതയുള്ളവരാക്കി മാറ്റാൻ ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നു എന്നതാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. അപ്പം അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പഴുതടച്ച കാര്യം പറയാം. ഒരുപക്ഷെ കടോ പ്രയാസമൊക്കെ ഉള്ളത് കൊണ്ട് ആരെങ്കിലും വിളിച്ച് നിങ്ങൾ യോഗത്തിനിടയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. സത്യമായിരിക്കാം, നിങ്ങൾക്കൊരു വിഷയം വന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾ വചനം കേൾക്കാൻ താല്പര്യം കാണിച്ചത്. പക്ഷെ കർത്താവിന് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം. നിങ്ങളുടെ ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളുടെ കടം മാറ്റി തരാനല്ല കർത്താവിന് ഇഷ്ടം, നിങ്ങളുടെ രോഗം മാറ്റി തരാനല്ല ഇഷ്ടം. അതിൽ കൂടെ നടന്നേക്കാം. പക്ഷേ നിങ്ങളുടെ വീട്ടുകാരുടെയും നിങ്ങളുടെ ചാർച്ചക്കാരുടെയും ഇടയിൽ നിങ്ങളെ വിശേഷതയുള്ളവരാക്കാൻ, സ്തോത്രം, അതിന് ദൈവത്തിന് പ്ലാനുണ്ട്. ഇതിനകത്തിരിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഫെബ്രുവരി 15-ാം തീയതി ഞാൻ ഈ ഹോളിനകത്തേക്ക് കയറി വന്നതിനേക്കാൾ വിശേഷതയുള്ളവരായി എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും അവരോട് ദൈവം ഇന്ന് രാത്രി കനിവ് തരികയാ. നിങ്ങളുടെ ജീവിതത്തെ വിശേഷതയാക്കാൻ, നിങ്ങളുടെ ശുശ്രൂഷയെ വിശേഷതയുള്ളതാക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിൽ കൃപയുണ്ട്, കൃപാവരമുണ്ട്. അതിന്ന് രാത്രി നിന്റെ മേൽ ചൊരിഞ്ഞൊഴിക്കേണ്ടതിന് ഒരു 2-3 മിനിറ്റെങ്കിലും ആത്മശക്തിയോടെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നവർ, നിങ്ങളുടെ പിന്നാമ്പുറങ്ങൾ എന്തുമാകട്ടെ, നിങ്ങൾ ശുശ്രൂഷിക്കുന്നയാളാകാം, പക്ഷെ ഉള്ളുകൊണ്ട് കരയുന്ന ഒരു വ്യക്തിയാണോ? ചില കാര്യങ്ങളിൽ നിന്നെ ഓർക്കുമ്പോൾ സങ്കടമാണോ? നിന്റെ മക്കളെ ഓർക്കുമ്പോൾ
സങ്കടമാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ചിലര് വിശേഷതയുള്ളവരായി മാറാനുണ്ടെങ്കിൽ അവരെ ഇന്ന് രാത്രി ദൈവം കാണട്ടെ. അവരുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം വിശേഷതയുള്ളവരാക്കി മാറ്റാൻ പേര് പറഞ്ഞ് സ്വോത്രം ചെയ്യ. ചിലരുടെ പേര് പറഞ്ഞ് സ്വോത്രം ചെയ്യ. കർത്താവേ, മദ്യപാനം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മറ്റ് പലതുകൊണ്ടും ഞങ്ങളുടെ നാട്ടിൽ, എൻ്റെ ചാർച്ചയിൽ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ, എൻ്റെ അമ്മയുടെ വീട്ടിൽ, എൻ്റെ ഭർതൃഗ്രഹത്തിൽ, എൻ്റെ ജീവിത പങ്കാളി തന്നെ, എൻ്റെ മക്കളിൽ ചിലര് ജീവിതത്തിൽ എല്ലാ വിശേഷതയും നശിപ്പിച്ച് മനുഷ്യത്വം ഖനിച്ച് തകർന്നു കിടക്കുക. ഈ രാത്രി എൻ്റെ യേശു ഭൂമിയിൽ വന്നത് മനുഷ്യനെ വിശേഷതയുള്ളവനാക്കാനാണെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കയ്യിലേക്ക് ഞാൻ ചിലരെ ഏൽപ്പിച്ചു തരാം. ചിലപ്പോൾ രോഗം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പാപം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ശാപം കൊണ്ടായിരിക്കാം. ഏത് വിധത്തിലും വിശേഷത നശിച്ചവരെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഇറങ്ങി വരട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. റിഖാനബാ ശന്തരാദലക്ഷസി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോ മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചത് സ്തോത്രം ഭയങ്കര വിശേഷതയിലാണ്. പക്ഷെ പാപവും പിശാചും കൂടെ മനുഷ്യനെ വഞ്ചിച്ചു. ഇന്ന് രണ്ട് കാലയിൽ മനോഹരമായിട്ട് പുരാതന കാലത്തേക്കാൾ അത്യാധുനികമായിട്ട് പാർപ്പിടങ്ങൾ ഒരുക്കി നല്ല ടെക്നോളജിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവദൃഷ്ടിയിൽ മനുഷ്യൻ വിശേഷതയില്ലാത്തവനായി മാറി. അതുകൊണ്ടാണ് സുവിശേഷ യോഗം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിൻ്റെ വാതിൽക്കൽ കയറി വന്ന ആരെങ്കിലും ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളവരെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. അത് മനുഷ്യനെ വിശേഷതയുള്ളതാക്കി മാറ്റാൻ ദൈവം ഒരുക്കുന്ന പദ്ധതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വിശേഷത നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ബാക്കി എന്തൊക്കെ ചെയ്താലും ദൈവദൃഷ്ടിയിൽ വിശേഷത നഷ്ടപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. നഷ്ടപ്പെടും. നോക്കൂ, എങ്ങനെയാണ് ഇത്ര പ്രൗഢമായി ദൈവ സൃഷ്ടിയിൽ ഏറ്റവും മണിമകുടമായിരുന്നു മനുഷ്യൻ. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തന്നെ വേദപുസ്തകം ശാസ്ത്രീയമായോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രപരമായോ ചിന്തിക്കാതെ ബൈബിളിൽ നിന്ന് തന്നെ ചിന്തിച്ചാൽ ബൈബിൾ പറയുന്നു അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടുമാണ് സ്തോത്രം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അത്രയ്ക്കാണ്. ശാരീരിക ഘടന തന്നെ വർണ്ണിച്ചാൽ ഒരു രാത്രിയിലെ പ്രസംഗത്തിൻ്റെ 3/4 ഭാഗവും അതിനുവേണ്ടി നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച്, നമ്മുടെ ശാരീരിക അവയവങ്ങളെക്കുറിച്ച് ഒരു ദിവസം നമ്മളറിയാതെ നമ്മളിൽ നടക്കുന്ന വലിയ പ്രക്രിയകൾ എത്ര അത്ഭുതം. സ്തോത്രം. അത്രയ്ക്ക് അത്ഭുതകരമായ സൃഷ്ടിച്ചത്. ആ ഭാഗം ഇന്ന് രാത്രി ചിന്തിക്കാനേ സമയമെടുക്കുന്നില്ല. എന്നാൽ തൊട്ട് താഴത്തെ ചില വാക്കുകളുണ്ട്. സ്തോത്രം. നമ്മൾ വായിച്ചത് 9-ാം വാക്യമാണ്. 10, 11, 12 ഞാനൊന്ന് തൊട്ടുവിടാം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. മലയാളം ബൈബിളിൽ പച്ച മലയാളം എഴുതി വച്ചിരിക്കുന്നത് കൊള്ളരുതാത്തവർ. കൊള്ളരുതാത്തവർ എന്നൊരു വാക്കാണ്. സ്തോത്രം. ഓക്കെ, പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ്. ഇപ്പം അങ്ങനത്തെ വാക്കൊന്നും അമ്മച്ചിമാർ പോലും ഉപയോഗിക്കാറില്ല. സ്തോത്രം. പണ്ട് വഴക്ക് പറയുമ്പോൾ വെല്ലുമിച്ച് പറയുന്നത് കൊള്ളരുതാത്തവനെ. സ്തോത്രം. അർത്ഥം എന്താണെന്ന് അന്നറിയില്ലായിരുന്നു. വേദപുസ്തകം വായിച്ചപ്പോഴാണ് ബൈബിളിലുള്ളത് വെച്ച് അമ്മ ശാസിച്ചെന്ന് അറിഞ്ഞത്. ഇപ്പോഴും അങ്ങനെ പിള്ളേരെ ശാസിക്കുന്നതിന് അറിയില്ല. ഇതിനകത്ത് കിടക്കുന്നത് കൊള്ളരുതാത്തവൻ. സ്തോത്രം. മലയാളത്തിൽ കൊള്ളരുതാത്തവൻ എന്നാണ് വന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ആ വാക്ക് കിടക്കുന്നത് അൺപ്രോഫിറ്റബിൾ എന്നാണ്. അൺപ്രോഫിറ്റബിൾ. കുറച്ചുകൂടെ ചിന്തയ്ക്ക് വിശാലത വരുത്താൻ ഒരല്പമെങ്കിലും ആംഗലേയ ഭാഷ പരിചയമുണ്ടെങ്കിൽ, വലിയ നോളജും വേണ്ട, ചെറിയ ഒരു പദത്തിൻ്റെ അർത്ഥം പിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ വിശദീകരണത്തിന് എളുപ്പം. അൺപ്രോഫിറ്റബിൾ. അപ്പം മനുഷ്യൻ വിശേഷതയില്ലാത്തവനായി തീർന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം താഴേക്ക് വരുമ്പോൾ വഴിതെറ്റി കൊള്ളരുതാത്തവനായി മാറി. സ്തോത്രം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം അൺപ്രോഫിറ്റബിളായി മാറി. അപ്പം മനുഷ്യനൊരു പ്രോഫിറ്റബിൾ, ലാഭം എന്നൊരു വാക്കാണല്ലോ അത്. ആർക്ക് ലാഭത്തിൻ്റെ കാര്യം ഈ പറയുന്നത്? ഞാൻ നേരോടെ ജീവിച്ചാൽ ആർക്ക് ലാഭം? ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ജീവിച്ചാൽ ആർക്ക് ലാഭം? ലാഭം എന്ന വിഷയം തന്നെ ഒരു സഭായോഗത്തിൽ പ്രസംഗിക്കണം. കർത്തൃദാസന്മാർ ആരെങ്കിലും ഒരു ദിവസം അത് ചെയ്യട്ടെ എന്ന് ഞാൻ ഓർക്കുകയാണ്. വേദപുസ്തകത്തിലെ കാര്യമാണ്. ഒരു മനുഷ്യൻ
ഒരു ദൈവദാസൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഒരു മനുഷ്യൻ നേരോടെ ജീവിക്കുമ്പോൾ, ഒരപ്പൻ ഒരു വീട്ടിൽ ഗ്രഹനാഥൻ ഒരു പുരോഹിതനെ പോലെ കുടുംബ പ്രാർത്ഥനയും ആരാധനയും സഭായോഗമൊക്കെ എല്ലാ അപ്പന്മാരും അമ്മമാരും കേൾക്കാൻ വേണ്ടി പറയുക. ഏതെങ്കിലും ഒരു സഭയുടെ മൂലയിൽ സ്ഥാനം പിടിക്കുന്നതല്ല ലാഭം. ഒരു സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ, പ്രാർത്ഥനകളിലും കൂട്ടായ്മയിലും സജീവമായി പങ്കെടുത്ത് ഒരു കുടുംബത്തെ ആത്മീകമായി നയിക്കുന്ന ഒരു അപ്പനായി മാറിയാൽ, ഞാൻ ഇന്ന് രാത്രി ഉറപ്പ് പറയാം, അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും കർത്താവ് വരാൻ താമസിച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നാൻ തുടങ്ങും നിങ്ങളൊരു ലാഭമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഒരു ജീവിതം കിട്ടിയത് കൊണ്ട് കഥയില്ല, വിശ്വാസത്തിൽ വന്നതുകൊണ്ട് കഥയില്ല, ഒരു സഭയിൽ അംഗമായത് കൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ ലാഭമാക്കി മാറ്റണം, ലാഭമാക്കി മാറ്റണം. സ്തോത്രം. ദൈവം അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്ങനെ? മനുഷ്യനിൽ നിന്നൊരു ലാഭം. അതിനൊരു വിശദീകരണത്തിന് ഒരു വാക്ക് ഞാൻ അനുബന്ധമായി പറയാം. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, അതൊന്നും വായിക്കണ്ട, കാരണം വായിക്കാൻ കുറച്ച് വാക്യം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് 10 മണിയായാലും വായ്പ നടക്കുന്ന അറിയില്ല, കാരണം വചനത്തിൻ്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് ബോധിപ്പിക്കുമ്പോഴേക്കും കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. എങ്കിലും ഞാൻ ആ വാക്കുകൾ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, കേൾക്കണേ. സ്തോത്രം. 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഒരു വലിയ വാക്ക് ദൈവത്തോട് പറയുന്നുണ്ട്. വാക്കിതാണ്, ദൈവമേ, ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ നിനക്കെന്ത് ലാഭം? ആ വാക്ക് നിങ്ങൾ കേട്ടോ? ഏതോ മാരകമായൊരു വിപത്തിൻ്റെ നടുവിലാണ് ദാവീദ് ആ ചോദ്യം ചോദിക്കുന്നത്. ദൈവമേ, ഞാനിപ്പോൾ കുഴിയിലിറങ്ങിപ്പോകുക എന്നുദ്ദേശിച്ചത് തനിക്ക് മരണം സംഭവിച്ച് തന്നെ 6 അടി മണ്ണിൽ ശവസംസ്കാരം നടത്തിയാൽ, ഇപ്പോൾ അത് സംഭവിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം മരിക്കണം. പക്ഷെ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ചില പ്രൗഢമായ പശ്ചാത്തലങ്ങളുണ്ട്. സ്തോത്രം. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ കുഴിയിലിറങ്ങിപ്പോ, അതാ ഇപ്പൊ എന്റെ മൂക്കി പഞ്ഞി വെച്ച് സമയമാൻ രഥത്തിലും പാടി കുഴി കൊണ്ട് അടക്കിയാൽ നിനക്കെന്ത് ലാഭം? അപ്പൊ ആ ചോദ്യം ചോദിക്കുന്ന ഒരു പ്രാഗൽഭ്യത്തിലാണ്. അതിന് മറുവശം എന്താ? ഇപ്പൊ ഞാൻ ജീവിച്ചിരുന്നാൽ നിനക്ക് ലാഭം ഉണ്ടെന്നല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ എന്താ പറയുന്നു? ജീവിച്ചിരുന്നാൽ ലാഭം ഉണ്ടെന്ന്. ഒരു യോഗത്തിന് വന്നിട്ട് ഒരു സ്തോത്രവും പറയുകയല്ല, വന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, നേരെ ചെയ്യ ഒരു കാര്യം ശ്രദ്ധിക്കുകയില്ല, ഒരു സഭായോഗത്തിന് വന്ന കൈ ഒന്ന് ചേർത്ത് അടിക്കുകയില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് ചോദിക്കാൻ പറ്റുകയല്ല. കാരണം ദൈവം തിരിച്ചു ചോദിക്കും, നീ വന്നിട്ട് എനിക്കെന്ത് ലാഭമുണ്ട്? സ്തോത്രം. അങ്ങനെ ചോദിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി സെൻട്രൽ കൺവെൻഷൻ ആയെന്നുണ്ട് പറയാം, ഒരു യോഗത്തിന് വന്നാൽ ഒരു ലാഭം ഉണ്ടാകണം. എങ്ങനെ? സ്തോത്രം. നമുക്ക് ലോട്ടറി അടിച്ചുകൊണ്ട് പോകുകയല്ല, നീ വന്നെന്ന് അറിയണം, നീ പാടിയാൽ അറിയണം, നീ ഒരു കരമടിച്ചാൽ അറിയണം, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അറിയണം, നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തിയാൽ അറിയണം, നീ ചെയ്യുന്നത് ലാഭമാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രന്റെ ചോര കൊണ്ട് വീണ്ടെടുത്തത് അത്ര വിലയേറിയ രക്തം, ആ രക്തം എനിക്ക് വേണ്ടി മുടക്കിയപ്പോൾ ഞാൻ ദൈവത്തിന് ലാഭമാകണമെന്ന് ഇന്ന് രാത്രി ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ രാത്രി ചിന്തകളെ അകത്തേക്ക് തന്നെ തിരിച്ചുവിടുകയാ. നിങ്ങളുടെ തലച്ചോറ് തുറക്കട്ടെ. അങ്ങനെ ഒരു ബോധം ഈ സെന്റർ കൺവെൻഷനിൽ ഉണ്ടായാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ സെന്ററിൽ വലിയ ഉണർവുണ്ടാകും. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ ഭാരപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന കുറെ ചിന്തകൾ ഇതെല്ലാം. ഹല്ലേലൂയ. വിദ്യാഭ്യാസത്തിൽ കുറവുള്ള, നിന്റെ കുടുംബക്കാരിൽ വെച്ച് ഏറ്റവും എളിയവനായിരുന്ന, മലയാള ഭാഷ പോലും നന്നായി പറയാൻ അറിയായിരുന്ന, ഞാൻ പച്ചയ്ക്ക് പറയുന്നു, സാധാരണ ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വരുന്ന കാലം വരെ എൻ്റെ ശബ്ദം പെൺപിള്ളേരുടെ ശബ്ദമായിരുന്നു. ഞാൻ ബൈബിൾ മുമ്പിൽ വെച്ചുകൊണ്ട് ചുമ്മാ ഒരു സിമ്പതിക്ക് വേണ്ടി പറയുകയല്ല. എൻ്റെ നാട്ടുകാരെൻ്റെ കൂടെ പഠി കളിക്കുന്നത് വെറും ഫീമെയിൽ വോയിസ് ആയിരുന്നു. സ്തോത്രം. ഇപ്പൊ എൻ്റെ ശബ്ദം കാരണം പരാതിയാ, മൈക്കടിച്ചു പോവുക. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ കാര്യം എന്താ? എൻ്റെ ഹൃദയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഒന്നിനും കൊള്ളാത്ത എന്നെ വെള്ളക്കുപ്പായി അടിയിച്ച് മഴ നനയ്ക്കാതെ വെയിൽ കൊള്ളാതെ ശ്രേഷ്ഠന്മാരുടെ നിരയിലെത്തിയപ്പോൾ അന്ന് മുതൽ എൻ്റെ മനസ്സിലെ കൊതിയാണ്, എന്നെ വിളിച്ച ദൈവത്തിന് ഞാനൊരു ലാഭമാകണം. അതിനെന്റെ തൊണ്ണ പൊട്ടിയാലും, എന്റെ ജീവിതം പോയാലും, വഴിക്കിട്ട് തള്ളിയാലും, ജീവിതം പകുതിക്ക് വെച്ച് തീർന്നാലും ഒരു ലാഭമായിട്ട് സഭയ്ക്ക്, ദൈവമക്കൾക്ക്, ദൈവത്തിന് ലാഭമായാൽ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രിക്കാലം മനസ്സോടെ പറയാൻ പറ്റും, കർത്താവേ, അങ്ങയുടെ കയ്യിലെ സൗജന്യ നന്മകളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, അർഹത ഉണ്ടായിട്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിക്കേണ്ടതല്ല, 4 വട്ടം ചത്തുപോകേണ്ട സമയം
സമയം കഴിഞ്ഞു, എന്നിട്ടും അങ്ങയുടെ സ്നേഹം കൊണ്ട് ദൈവകൃപയിൽ ഇരുത്തിയിരിക്കുകയാൽ ഈ രാത്രി എത്ര പേർ ദൈവത്തോട് പറയും, ഞാനൊരു ലാഭമാകാൻ എന്നെ തന്നെ നിനക്ക് തരികയാണ്. ഹല്ലേലൂയ. റിഖാനാബ ശംദരാദലക്ഷസിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ചിലരെ ദൈവം തൊട്ടു പറയുന്നു, നിന്റെ കുടുംബത്തിലെ വിഷയങ്ങൾ തീരുകയാ, നീ സമൂഹത്തിന് ലാഭമാകാൻ പോകുകയാ, ജീവിതത്തിന് അർത്ഥമുണ്ടാകാൻ പോകുകയാ. കർത്താവ് ചിലരെ ഇന്ന് രാത്രി തൊടുകയാണ്. ഞാൻ സുവിശേഷം തന്നെയാണ് പറയുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവ് ചിലരെ കണ്ടുവെച്ചിട്ട് പറയുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നു, ഇന്ന് രാത്രി ഞാൻ ഈ നാടിനെ, ഇവിടുത്തെ പരിസ്ഥിതിയൊക്കെ മനസ്സിൽ പേറി അടുക്കും ചിട്ടയുമായിട്ട് ചില വാക്യങ്ങളുമായിട്ട് വന്നത്. പക്ഷെ ദൈവം പറയുന്നു, ഈ യോഗം നിമിത്തം ചിലര് ദൈവത്തിന് ലാഭമാകും, ചിലര് സഭയ്ക്ക് ലാഭമാകും, ചിലര് സമൂഹത്തിന് ലാഭമാകും. ജീവനുള്ള ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രാഗൽഭ്യത്തോടെ ചില പ്രാർത്ഥനാ വാചകങ്ങളൊന്നും ഏക്കാതെ വരിക. അപ്പോ ഒരിക്കലും പറയാത്തൊരു പ്രാർത്ഥനാ വാചകം ദാവീദ് എടുത്തിടുകയാണ്. ഞാൻ കുഴിയിലിറങ്ങിയാൽ നിനക്കെന്ത് ലാഭം. ഞാൻ ആ ഭാഗം വായിച്ച കാലത്ത് ഏതോ ഒരു സങ്കീർത്തന പ്രബോധനത്തിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നു. ഈ വാക്യത്തെ കേന്ദ്രീകരിച്ച് ചിന്തിച്ചപ്പോൾ അന്ന് പറഞ്ഞത് ഓർക്കുന്നു. ദൈവത്തിന് ദാവീദ് ലാഭമാണെന്ന് തോന്നിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ നിലനിർത്താതിരുന്ന പലരെയും ദൈവം തട്ടിക്കളഞ്ഞു. ദൈവം തൂക്കി നോക്കുന്നവനാണെന്നൊരു വാക്ക് ബൈബിളിലുണ്ട്. ദൈവത്തിൻ്റെ ഒരു തുലാസുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദാവീദിനേക്കാൾ മുമ്പ് അഭിഷേകം ചെയ്തവനാ ശൗല്. 13 വർഷം ശൗല് ദാവീദിനെ വീട്ടിൽ കിടത്തി ഉറക്കാതെ ഓടിച്ചു. ലാസ്റ്റ് നിക്കക്കള്ളി ഇല്ലാതെയായി. ദാവീദ് അവസാനം പറഞ്ഞു, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാമ്മ വിശ്വാസം വരെ ചോർന്നു പോയി, മരിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നു. അവിടെ വെച്ച് ദൈവം നിശ്ചയിച്ചു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തുലാസിൽ ദൈവം തൂക്കി. ഒരു തട്ടിൽ ശൗലും ഒരു തട്ടിൽ ദാവീദും. ദൈവത്തിൻ്റെ തുലാസിൽ തൂക്കിയിട്ട് ദൈവം നോക്കി, ഇതിലാരാണ് ദൈവത്തിന് ലാഭം. സ്വർഗത്തിലെ ദൈവം വിധി എഴുതി. ശൗല് ജീവിച്ചിരുന്നത് കൊണ്ടും അവൻ അഭിഷേകം കൊടുത്തത് കൊണ്ടും ദൈവത്തിന് ഒരു ലാഭമില്ല. ദാവീദ് ജീവിച്ചിരുന്ന ലാഭമുണ്ട്. അതുകൊണ്ട് സ്വർഗീയ കോടതിയുടെ വിധി വന്നു. ശൗലിനെ നിഷ്കാസനം ചെയ്യുക, ദാവീദിനെ നിലനിർത്തുക. സ്തോത്രം, ഹല്ലേലൂയ. അഖീതോഫേൽ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ദാവീദിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന, ആലോചന കൊടുക്കുന്ന രാജ്യതന്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ആ കാലഘട്ടത്തിൽ അഖീതോഫേലിന്റെ ആലോചന ദൈവത്തിന്റെ ആലോചന പോലെയായിരുന്നു. അയാൾ എന്തു പറയുന്നു നടക്കുമായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ദാവീദിന്റെ കാലുവാരി, സ്തോത്രം, ദാവീദിനെ മനഃപൂർവ്വമായി ചതിച്ച് വശീകരിച്ച് അബ്ശാലോമിന്റെ പക്ഷത്ത് നിന്ന് ദാവീദിന്റെ ഉറക്കം കെടുത്തി. സ്തോത്രം, രാജ്യത്തെ രാജാക്കന്മാരെ പിടിച്ചു നിർത്തിയ രാജ്യതന്ത്രജ്ഞൻ, ബുദ്ധിമാൻ, സ്വർഗസ്ഥനായ ദൈവം. സ്തോത്രം, ദാവീദ് കരഞ്ഞു. അഖീതോഫേലുമുണ്ട് അബ്ശാലോമിന്റെ കൂട്ടത്തിൽ നിന്ന് കേട്ടപ്പോൾ സ്തോത്രം, ദാവീദ് ഒലിവുമലയിൽ പോയിരുന്ന് കരഞ്ഞു. ആ കരച്ചിൽ സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം തുലാസെടുത്ത് തൂക്കി. ബുദ്ധിമാനും ശക്തനുമായിരിക്കുന്ന അഖീതോഫേൽ ജീവിച്ചിരിക്കുന്നതാണോ ദൈവത്തിന് ലാഭം? അതെയോ പാട്ടും പാടി സ്തോത്രം ചെയ്ത് കണ്ണുനീരും പ്രാർത്ഥനയുമുള്ള ദാവീദ് ജീവിച്ചിരിക്കുന്നതാണോ? സ്വർഗത്തിന്റെ തുലാസിൽ തൂക്കുമ്പോൾ ബുദ്ധി കൊണ്ടും കൂർമ്മ ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും കുതികാല് വെട്ടുകൊണ്ടും കള്ളത്തരം കൊണ്ടും കാല് വാരുന്നവനായിരിക്കുന്ന അതിശക്തിമാനും ബുദ്ധിമാനുമായിരിക്കുന്ന അഖീതോഫേലിനേക്കാൾ ദൈവത്തിന് ലാഭം ദാവീദ് ജീവിച്ചിരിക്കുന്നതാണ്. സ്വർഗത്തിലെ ദൈവം രാത്രിക്ക് രാത്രി അഖീതോഫേലിനെ തട്ടി മാറ്റി ദാവീദിനെ നിലനിർത്തി. നാബാൽ എന്ന് പറയുന്ന ഒരു കോടീശ്വരൻ, സമ്പന്നൻ ദാവീദിന്റെ കാലത്ത് ജീവിച്ചിരുന്നു. അയാൾക്ക് ആടുകളെ വളർത്തുന്ന കൃഷിയായിരുന്നു. വിവിധ തരം ആടുകളെ ആണ്ടിൽ 2 പ്രാവശ്യം അദ്ദേഹം ആടുകളുടെ രോമം കത്രിക്കും. ആ സമയത്ത് ഉത്സവമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു, അങ്ങനെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ദിവസം ആ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിഭവസമൃദ്ധമായ വിരുന്നാണ്. അത്രയ്ക്ക് ജനപ്രിയനാണ് അദ്ദേഹം. ഇലക്ഷന് നിന്നാൽ ആ പഞ്ചായത്തിൽ എതിരാളി ഉണ്ടാകില്ല, കാരണം അത്രയ്ക്ക് ആളുകൾക്ക് സമ്മതനാണ് അദ്ദേഹം.
അത്രയ്ക്ക് കോടീശ്വരൻ, പണം മുടക്കി ആളുകളെ സേവിക്കുന്നയാൾ. സ്തോത്രം. ദാവീദ് രാജാവ് കാട്ടിൽ അലയുമ്പോൾ അദ്ദേഹം ശൗലിൻ്റെ പക്ഷക്കാരനായിരുന്നു. കാര്യമറിയാതെ സ്തോത്രം അങ്ങനെ ദാവീദിനെ ഒറ്റപ്പെടുത്തിയ ആളായിരുന്നു. ദാവീദ് കാട്ടിൽ അലയുമ്പോൾ അങ്ങ് താഴ്വാരത്ത് എവിടെയോ തീ പുകയുന്നതും വിരുന്നും സ്തോത്രം കണ്ടിട്ട് കാട്ടിൽ വെച്ച് തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു. കാട്ടിലൂടെ ദാവീദ് പട്ടിണി കലയുകയാണ്. നിന്റെ വീട്ടിൽ വിരുന്ന് നടക്കുകയല്ലേ, ഒരു ഇല ചോറ് ദാവീദിന് കൊടുത്തയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വീട്ടുപടിക്കൽ വിശന്നിട്ട് ഒരു പൊതി ചോറിന് വന്ന ദാവീദിനെ നാബാൽ അഹങ്കാരത്തോടെ ആട്ടിപ്പായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആട്ടിപ്പായിച്ചു. ചില ചീത്ത വാക്കുകളും പറഞ്ഞു. ദാവീദ് ഒന്നും പറഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവം അത് കണ്ടു. 10 ദിവസം ദൈവം ക്ഷമിച്ചു. 10 ദിവസം കഴിയുമ്പോൾ നാട്ടുകാർക്ക് മുഴുവൻ വിരുന്ന് കൊടുക്കുന്ന നാബാല് ജീവിച്ചിരിക്കുന്നതാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ജീവിച്ചിരിക്കുന്നതാണോ ലാഭമെന്ന് ദൈവം തൂക്കി നോക്കി. സ്വർഗത്തിന് പണം വിഷയമല്ല, പത്രാസ് വിഷയമല്ല, പദവി വിഷയമല്ല. ദൈവം തൂക്കി നോക്കുമ്പോൾ ദൈവത്തിന് ലാഭമാണെങ്കിൽ നീ ഇപ്പൊ എങ്ങും മരിക്കുകയല്ല, നിന്നെ ഇവിടെ ഓടിക്കാനും പറ്റിയല്ല, നിന്നെ തകർക്കാനും പറ്റിയല്ല. അതുകൊണ്ട് ആത്മീക ജീവിതത്തിന് ആകെ തുക ദൈവത്തിന് ലാഭമായി കൊള്ളുക. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നാബാലിനെ തട്ടി മാറ്റിയിട്ട് ദാവീദിനെ നിലനിർത്തി. സ്വന്തം കുടുംബത്തിൽ ദാവീദിന്റെ മകൻ അബ്ശാലോം ദാവീദിന് എതിരാളിയായി. സ്തോത്രം. 8 ഭാര്യമാരിൽ 19 മക്കളാണ് ദാവീദിന്. ഈ 19 മക്കൾ 3 ഗ്രൂപ്പുകളാണ്, 3 പാനലുകൾ എന്ന് നമുക്ക് പറയാം. ആ രീതിയിലാണ് ഇവരെല്ലാവരും രാജാക്കന്മാർ, അപ്പന് ശേഷം രാജാവാകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം. അതിൻ്റെ മത്സരം ആ വീട്ടിൽ നടക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അകത്ത് മത്സരമാണ്, അധികാരമോഹത്തോടുകൂടെ ആ ഒരു നിലവാരത്തിൽ നിൽക്കുക. ഇതിൽ ഏറ്റവും ബുദ്ധിമാനും സൗന്ദര്യമുള്ളവനുമായിരുന്നു അബ്ശാലോം. ദാവീദിന് ഏറ്റവും ഇഷ്ടമുള്ള മോനുമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ദൈവമായ കർത്താവ് രാജ്യത്ത് മാർത്തു കൊടുക്കണമെന്ന് അകത്തെ മുറിയിൽ വെച്ച് ദാവീദിനെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്നിട്ടും അതിനൊന്നും വിധേയപ്പെടാതെ അപ്പൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അപ്പൻ്റെ കാലുവാരി അപ്പനെ നിഷ്കാസനം ചെയ്തിട്ട് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ചിലരെ കൂട്ടുപിടിച്ച് അബ്ശാലോം രാജ്യത്ത് തന്ത്രങ്ങൾ ഇറക്കി. ഈ കാര്യം മനസ്സിലാക്കിയപ്പോൾ ദാവീദിൻ്റെ ജീവന് ഭീഷണിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ദാവീദ് രാത്രിക്ക് രാത്രി തല മൂടിക്കൊണ്ട് ചെരുപ്പിടാതെ ഒലൂമലയുടെ കയറ്റം കയറിയെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ പോയിരുന്ന് കരഞ്ഞു. അന്ന് രാത്രി ദൈവം തുലാസെടുത്തു. മകൻ അബ്ശാലോമിനെയും അപ്പൻ ദാവീദിനെയും തൂക്കി നോക്കി. സ്തോത്രം. ദൈവത്തിന് മനസ്സിലായി, ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് കൊച്ചുമക്കളില്ല. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം തൂക്കി നോക്കിയപ്പോൾ കോമള രൂപിയായ, സൗന്ദര്യപൂർണനായ, ബുദ്ധിശാലിയായ, വശീകരണ ശക്തിയുള്ള അബ്ശാലോം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ദാവീദ് ജീവിച്ചിരിക്കുന്നതാണ് ദൈവത്തിന് ലാഭം. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അബ്ശാലോമിനെ തട്ടിമാറ്റി ദാവീദിനെ നിലനിർത്തി. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, ദൈവം ആഗ്രഹിക്കുന്നു നിന്നെ സൃഷ്ടിച്ചതിൽ, നിന്നെ വീണ്ടെടുത്തതിൽ, നിനക്കൊരു ജന്മം തന്നതിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ദൈവത്തിന് പ്രസാദമായി, ദൈവത്തിന് ലാഭമായി ജീവിച്ചാൽ അഖിലാണ്ടത്തിന്റെ ഉടയവൻ നിന്നെ നിലനിർത്താൻ വിശ്വസ്തനാണെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാൻ വേണ്ടി ശ്രമിക്കാം. കേൾക്കണേ. മനുഷ്യവർഗത്തെ ഇതുപോലെ അൺപ്രോഫിറ്റബിളാക്കി മാറ്റിയത് പൈശാചിക ശക്തികളാണ്, ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളാണ്. അത് പറയുമ്പോൾ എത്ര പേര് അതിന് ആഴമായി വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഇതൊരു സുവിശേഷ യോഗമാണല്ലോ, പുറത്തുള്ള എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ദൈവമക്കളാണ് ഇതിനകത്ത് കൂടുതലും എന്നറിയാം. എങ്കിലും ആത്മാവിൻ്റെ നിയോഗപ്രകാരം ഞാൻ ഇന്ന് രാത്രികാലം ഓർപ്പിക്കാം. വേദപുസ്തകത്തിനകത്ത് ഇരുട്ടിൻ്റെ പ്രവർത്തികൾ എന്നൊരു വാക്കുണ്ട്. അതിനർത്ഥം മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന വാക്കുകൾ കൊണ്ട് അസാധാരണമായിരിക്കുന്ന ആത്മീക വിഷയങ്ങൾ അവതരിപ്പിക്കുന്നൊരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഒന്നോടെ പറയാം, സ്വർഗീയമായിരിക്കുന്ന കാര്യങ്ങൾ, ആത്മീകമായിരിക്കുന്ന കാര്യങ്ങൾ മിസ്റ്ററിയാണ്. മിസ്റ്ററി, മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതാണ് മർമ്മം, മിസ്റ്ററി എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു മർമ്മമാണ്. മാർമികമായിരിക്കുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകണമെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളുമായിട്ട് അത് മാച്ച് ചെയ്യിപ്പിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ വന്നപ്പോൾ ഉപമ പറഞ്ഞപ്പോൾ
ദൈവരാജ്യം എന്നതൊരു മർമ്മമാണ്. അത് ഇന്നും വിശദീകരിച്ചിട്ട് ശരിക്കും അതിൻ്റെ പൊരുളങ്ങ് വന്നിട്ടില്ല. അതിനെക്കുറിച്ച് 100 പുസ്തകങ്ങൾ എഴുതിയാലും 100 കമൻട്രികൾ എഴുതിയാലും ദൈവരാജ്യം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ 100 ദിവസം ബൈബിൾ ക്ലാസ് നടത്തിയാലും അതിൻ്റെ ഒറിജിനൽ തനതായത് ദൈവം മനസ്സിൽ കണ്ടത് ചാറൂറ്റി പുറത്തേക്ക് വന്നിട്ടില്ല. അതൊരു മർമ്മമാണ്. പക്ഷെ മനുഷ്യർക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അതിനെ എല്ലാത്തരം മീനും പിടിക്കുന്ന വലയായിട്ടും, സ്തോത്രം, അടുക്കളയിൽ അമ്മമാർ ഉപയോഗിക്കുന്ന പുളിച്ച മാവായിട്ടും, സ്തോത്രം, കടുകുമണിയായിട്ടും ഒക്കെ ഉപമിച്ചതിൻ്റെ കാരണം സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൊണ്ട് ദൈവരാജ്യം എന്ന മർമ്മത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ പൈശാചികം, സാത്താന്യം എന്നൊക്കെ പറയുമ്പോൾ ഒരു ബാലരമക്കഥയായിട്ട് കാണരുത്. സ്തോത്രം. പിന്നെയോ പൈശാചികം എന്നതൊരു മർമ്മമാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എവിടാ? തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിലായിരിക്കാം. ഞാൻ ആ വാക്ക് പറഞ്ഞു വിടാം, നിങ്ങൾ ബൈബിൾ നോക്കിയാൽ മതി. അവിടെ എഴുതിയിരിക്കുന്നത് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന പദം കണ്ടോ? അധർമ്മത്തിൻ്റെ മർമ്മം എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? പൈശാചികമാണ്, അന്ധകാര ശക്തിയെക്കുറിച്ചാണ്, നമ്മൾ പറയുന്ന സാത്താന ശക്തിയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്കർക്ക് പറയുകയാണ്, അതൊരു മർമ്മമാണ്. സാത്താൻ എന്നൊക്കെ പറയുന്നത് ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് തുപ്പിയും ശാസിച്ച് നടക്കുന്നതല്ല. ഇതൊരു മർമ്മമാണ്. മാർമികമായ കാര്യത്തെ ആത്മീകമായി കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാത്താൻ നമ്മളെ പറ്റിക്കും. ചുമ്മാ ഞാൻ ഈ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുക. ഇതൊരു മാർമികമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പതുക്കെ പറയാം, പെന്തിക്കോസുകാരെ സാത്താൻ പറ്റിക്കുന്നത് പോലെ ലോകത്തിൽ വേറെ ആരെയും പറ്റിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ പിണങ്ങിയാലും കുഴപ്പമില്ല. കാരണം എന്താ? നമ്മൾക്കിത് കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ മാർമികമായിട്ടല്ല അതിനെ കാണുന്നത്. സ്തോത്രം. ചിലർക്ക് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം അങ്ങ് സാത്താനാണ്. സ്തോത്രം. ഇപ്പൊ സാത്താന് മനസ്സിലായി എന്നെ ഇവന് പിടികിട്ടിയിട്ടില്ല. അങ്ങനെ ആയാൽ നമ്മുടെ കാര്യം അബദ്ധമാണ്. ഇതൊരു മർമ്മമാണ്. ഇത് മാർമികമായി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. എല്ലാം അങ്ങ് സാത്താനും പിശാചാന്നും പറഞ്ഞാൽ ആകെപ്പാടെ ജീവിതം താളം തല്ലും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10-24 വർഷമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററാണ്. അതുകൊണ്ട് 24 വർഷമായിട്ട് ഒരു കൂട്ടം ആളുകളെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മനസ്സിലാക്കുന്നു, ചിലരെ എത്ര പ്രാർത്ഥിച്ചാലും അവർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറം പറ്റിയ വാക്ക് പറഞ്ഞെന്ന് പറയരുത്. കാരണം അവർക്ക് യേശുവിനേക്കാൾ പേടി സാത്താനെയാണ്. നമ്മൾ ഈ പറയുന്ന സത്യത്തെക്കാൾ അവരുടെ മനസ്സിൽ കയറിയ സാത്താന്യ ചിന്തകളാ. ആരോ കയറി ഇറങ്ങി നടന്നവർ പറഞ്ഞു ബന്ധനമാണ്, പൂട്ടാണ്, കെട്ടാണ്. ഇതിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ പേരിൽ ജീവിതം പോലും താറുമാറായവരുണ്ട്. എൻ്റെ സഭയിൽ, സ്തോത്രം, എൻ്റെ സഭയിലെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ പറയാം, സ്തോത്രം, നാളുകളായി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ടും ഇന്ന് വരെ അഭിഷേകം പ്രാപിക്കാത്ത സ്തോത്രം ഒരാളെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം സ്തോത്രം അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിന്ന്, അതൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ്. സ്തോത്രം. എല്ലാവരും അഭിഷേകം പ്രാപിച്ച സമയത്ത് അവിടെ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ചിലർ സ്തോത്രക്ക് അഭിഷേകം പ്രാപിച്ചപ്പോൾ കർത്തൃദാസം നടക്കുമ്പോൾ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്തോത്രം അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ഒരുപാട് പേര് അഭിഷേകം പ്രാപിച്ചപ്പോൾ ഈ ആളും വന്നു, തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. 2-3 ആവർത്തി പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം പ്രാപിച്ചില്ല. അഭിഷേകം എന്ന് പറഞ്ഞാൽ അന്യഭാഷകൾ പ്രാപിച്ചില്ല. അപ്പോൾ അദ്ദേഹം അവരോടൊരു കാര്യം ചെവി പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമസ്ഥൻ രക്ഷിക്കപ്പെടാതെ നിങ്ങളുടെ കെട്ടഴിയില്ല. അപ്പോഴേ നിങ്ങൾ അഭിഷേകം പ്രാപിക്കുകയുള്ളൂ. ഇപ്പോഴും ഞാൻ 24 കൊല്ലമായിട്ട് അവരോട് അഭിഷേകം പ്രാപിക്കണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അറിയാമോ? ഞങ്ങളുടെ സാറ് രക്ഷിക്കപ്പെടാതെ ഞാൻ അഭിഷേകം പ്രാപിക്കില്ല. അതങ്ങ് പൂട്ട് വീണു. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഈ കയറി ഇറങ്ങി നടക്കുന്ന ഒരു വീട്ടിൽ വന്നിട്ട് യാതൊരു അഡ്രസ്സും ഐഡൻറ്റിറ്റി കാർഡും ഇല്ലാത്തവർ വന്ന് പറയുന്നത് മുഴുവൻ തലയെ പിടിച്ചു വെച്ചാൽ പിന്നെ അഴിയാത്ത പൂട്ടായി മാറും. ഇതൊരു മർമ്മമാണ്. സാത്താൻ ഉള്ളതാണ്. ഇതൊരു മർമ്മമാണ്. അത് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് അബദ്ധമായി മാറും. സ്തോത്രം. അതുകൊണ്ട് ബൈബിൾ പൈശാചികമായ കാര്യങ്ങളെ സ്തോത്രം ബോധ്യമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഇരുട്ട് എന്ന പദം. ഇരുട്ട് ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഇരുട്ടിനുള്ളവരല്ല, വെളിച്ചത്തിൻ്റെ മക്കളാണ്. വേറൊരു വാക്യം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളികളാകരുത്, അതിനെ ശാസിക്കുകയത്രേ വേണ്ടത്. സ്തോത്രം. വേറൊരു വാക്യം, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ.
അങ്ങനെ ഇരുട്ടിനോട് ബന്ധപ്പെട്ട് എത്രയോ വാക്യങ്ങൾ ആ വിശുദ്ധ ബൈബിളിൽ കാണുന്നെന്നറിയാമോ? അവിടെ പറയുന്ന ഇരുട്ട്, ഈ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ ഇവിടെ പ്രകൃതി തന്നെയാ ഉണ്ടാകുന്ന ഇരുട്ടിനെ അല്ല പറയുന്നത്. പിന്നെ എന്താണ് അവിടെ? മനുഷ്യന് പിടികിട്ടാത്ത സാത്താന്റെ രഹസ്യങ്ങളെ ഇരുട്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു വാക്കുകൊണ്ട് ഉപയോഗിക്കുകയാണ്. അതിന്റെ ഓപ്പോസിറ്റാണ് വെളിച്ചം. വെളിച്ചം യേശുവിനെയും ദൈവസഭയെയും ദൈവീകതയും ചിത്രീകരിക്കുന്നതാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. അപ്പൊ ഇരുട്ട് വെളിച്ചം എന്നുള്ള വാക്ക് ഇന്ന് രാത്രികാലം നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യണം. വേദപുസ്തകം വായിക്കുമ്പോൾ ഇതിനെല്ലാം മാർമികമായ അർത്ഥമുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യനെ അൺപ്രോഫിറ്റബിൾ ആക്കി തീർക്കാൻ മനുഷ്യന്റെ 4 മേഖലകളെ ഇരുട്ടാക്കി കളഞ്ഞു. ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവരും അകത്തോ പുറത്തോ എവിടെയാണെങ്കിലും, ഈ മൈക്ക് പുറത്തേക്കുണ്ടോയെന്ന് എനിക്കറിയില്ല, എവിടെയാണെങ്കിലും നിങ്ങൾ കേൾക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം. സ്തോത്രം. 4 മേഖലകൾ. ആ 4 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ച് അവസാന ഭാഗത്തേക്ക് വരാം. കർത്താവ് ഈ രാത്രി ദൈവം 2 കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എൻ്റെ ഉറപ്പ്. 1, ചില മേഖലകളുടെ ഇരുട്ടിനെ ദൈവം തുടച്ചു മാറ്റും. 2, ചിലരെ കൂടെ ആലത്തൂർ സെന്ററിൽ ലാഭമാക്കി ദൈവം കൂട്ടിച്ചേർക്കും. ഇത് 2ഉം നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോകുന്നത് വണ്ടിയിൽ ഞാൻ പോരുമ്പോൾ ഇന്ന് രാത്രി എന്ത് ചെയ്യും ദൈവം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വചനം ഞാൻ നിവൃത്തിയാക്കിക്കോളാം, നീ പ്രസംഗിക്കാൻ പറഞ്ഞു വിട്ട ദൈവം എന്നോട്. പ്രസംഗത്തിന്റെ ഉള്ളടക്കം മനുഷ്യനെ ലാഭമാക്കുന്ന ദൈവം, ഇരുട്ട് മാറ്റുന്ന ദൈവം. ഇത് 2ഉം ചില വീടുകളിൽ നടന്നാൽ അവര് നിത്യജീവൻ അവകാശികളായി തീരും. ഇന്ന് രാത്രി അവരോട് വന്നില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചോളണം. അടുത്ത 1 കൊല്ലത്തെ പ്രോജക്റ്റ് ഇട്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അങ്ങനെ ചിലരെ ഇരുട്ട് മാറ്റി വെളിച്ചത്തിൽ കൊണ്ടുവരും. അങ്ങനെ വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേരെ. ഈ സ്തോത്രം ചെയ്തവരുടെ ഇടയിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളോ പ്രിയപ്പെട്ടവരൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കുകയല്ല, എത്ര ഉപദേശിച്ചാലും അനുസരിക്കുകയല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ വിശദീകരിച്ചു വരുമ്പോൾ അവരുടെ ഹൃദയവും മനസ്സൊക്കെ ഇരുണ്ടിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോണം. ദൈവം അതിനെ വെളിച്ചമാക്കിയാൽ നിങ്ങളുടെ വീടിനകത്തും വിടുതൽ നടക്കും. സാത്താൻ ചെയ്ത കൊടും ക്രൂരത 4 പ്രധാന മേഖലകളെ മനുഷ്യന്റെ ഇരുട്ടാക്കിയതോടുകൂടെ മനുഷ്യന്റെ വിശേഷത നഷ്ടപ്പെട്ടു. അവൻ ആളത്വത്തിൽ 6 അടി പൊക്കത്തിൽ നടക്കും, പക്ഷെ വിശേഷം നഷ്ടപ്പെട്ടു. ആ 4 വാക്യങ്ങൾ കേൾക്കണ്ടേ? പാസ്റ്റർ വായിച്ചു കേൾപ്പിക്കും. ഒന്നാമത്തത് റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യമാണ്. വായിച്ചാട്ടെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അടുത്തത് തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. നോക്കണേ, റോമാലേഖനത്തിന്റെ ആമുഖത്തിൽ പറയുകയാണ്, സാക്ഷാൽ ദൈവത്തെ മനുഷ്യൻ മാറ്റിവെച്ചു. എന്നിട്ട് 4 ഇഴജാതി മനുഷ്യൻ ഈ വക രൂപങ്ങളെ ഉണ്ടാക്കി അതിനെ ദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആരാധിക്കാൻ ഉണ്ടായ കാരണം മനുഷ്യന്റെ ഹൃദയം സാത്താൻ ഇരുട്ടാക്കി. സ്തോത്രം. അപ്പൊ ഹൃദയം ഇരുട്ടായാലുള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? സത്യദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെയാകും. അത് ഇവിടുത്തെ യുദ്ധം ചെയ്യുന്ന, സമരം ചെയ്യുന്ന, ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന, സ്തോത്രം, ഇവിടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ എതിരെ പറയുന്ന നല്ലവരായ ആളുകൾക്ക് അറിയില്ല. കാരണം എന്താ? പിശാച് ഹൃദയം ഇരുട്ടാക്കിയാൽ യഥാർത്ഥ ദൈവം ആരാന്ന് തിരിച്ചറിയാതെ പോകും. സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചോളണം, ചിലരുടെ ഹൃദയത്തിന്റെ ഇരുട്ട് മാറണം. അവരുടെ ഇരുട്ട് മാറിയെങ്കിലേ ദൈവത്തെ തിരിച്ചറിയുള്ളൂ. സാത്താൻ തന്ത്രശാലിയാണ്. ഈ കാര്യം വേറെ ആരും ലോകത്തിൽ പറയില്ല. എല്ലാം ദൈവമല്ലേ, എല്ലാവരും ദൈവത്തെ അല്ലേ പ്രസംഗിക്കുന്നത് പറയും. അല്ല, ഞങ്ങൾ അങ്ങനെ പറയുന്ന കൂട്ടരല്ല. കാരണം ഈ പുസ്തകം പഠിപ്പിക്കുന്നു, യഥാർത്ഥത്തിൽ ഒരു ദൈവമേ ഉള്ളൂ. എല്ലാ മതങ്ങളും ഇത് പറയും, എല്ലാ ബുദ്ധിയുള്ളവരും പറയും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ സംഭവം മാറും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്, മനുഷ്യനെ ന്യായം വിധിക്കാൻ ഒരേ ഒരു ദൈവമുണ്ട്. ഞാനെന്റെ പ്രസംഗത്തിൽ പറയും, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, എയർപോർട്ടിൽ ആകാശയാത്ര നടത്തിയിട്ടുള്ള ആളുകൾക്കറിയാം, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, സ്തോത്രം, എയർപോർട്ടിനകത്തേക്ക് കയറുമ്പോൾ വിവിധ ഫ്ലൈറ്റ് കമ്പനിക്കാരുടെ കൗണ്ടറുകൾ അവിടെ കാണാം.
സ്തോത്രം. എയർ ഇന്ത്യയുടെ കാണും, ഗൾഫ് എയറിൻ്റെ കാണും, ഇൻഡിഗോയുടെ കാണും. എയർപോർട്ടിനകത്ത് എന്നിട്ടുള്ളവർക്കറിയാം. സ്തോത്രം. എത്തിഹാദിൻ്റെ കാണും. അങ്ങനെ ഓരോ സ്തോത്രം വലുതും ചെറുതുമായിരിക്കുന്ന ഫ്ലൈറ്റ് കമ്പനിക്കാരുടെ എല്ലാം കൗണ്ടറുകൾ കാണും. സ്തോത്രം. അതിനകത്തെല്ലാം അതത് കമ്പനിയുടെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് സ്റ്റാഫ് ഇരിക്കുന്നത്. ഏത് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തോ ആ കൗണ്ടറിലേക്കാണ് ചെല്ലേണ്ടത്. നിങ്ങൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് സ്വർഗം ഒന്ന് ഭാവനയെ കാണും. ഇന്ത്യയിൽ നിന്ന് എല്ലാവരും മരിച്ചങ്ങ് ചെല്ലുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫ്ലൈറ്റ് കമ്പനി, എയർപോർട്ടിനകത്ത് ഫ്ലൈറ്റ് കമ്പനിക്കാരുടെ കൗണ്ടർ പോലെ സ്തോത്രം, ക്രിസ്ത്യാനികൾക്കെല്ലാം കൂടി ഒരു ദൈവം, ഹിന്ദുക്കൾക്ക് വേറൊരു ദൈവം, മുസ്ലിങ്ങൾക്ക് വേറൊരു ദൈവം. അങ്ങനെ സ്വർഗത്തിൽ 100 കൗണ്ടർ കാണുമോ? അങ്ങനെ പറയുന്ന ഒരു മണ്ടൻ ആലത്തൂരുണ്ടാവോ? ഇല്ലെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ അവിടെ മരിച്ചവരെല്ലാവരും ഒരു സിംഹാസനത്തിന് മുമ്പിൽ ചെന്നേ പറ്റൂ. അല്ലാതെ ഓരോരുത്തർക്ക് ഇവിടെ വെച്ച് ഇഷ്ടദൈവമോ കുലദൈവമോ കുടുംബദൈവമോ ആരെ സേവിക്കാം. പക്ഷേ മരണത്തിനപ്പുറം ചെല്ലുമ്പോൾ സ്തോത്രം, അവിടെ ഇഷ്ടദൈവം ഇല്ല, അവിടെ ഒരു ദൈവമേ ഉള്ളൂ. ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാകരുത്. നിങ്ങളുടെ ബുദ്ധി ജ്ഞാനവും തുറന്ന് ചിന്തിക്കണം. അപ്പൊ അവിടെ ഒരു ദൈവമുള്ളൂ. നിങ്ങൾ സത്യദൈവത്തെ അറിയണമെങ്കിൽ മനസ്സുകൊണ്ട് ചിന്തിക്കണം. ഞാൻ മരിച്ചങ്ങ് ചെല്ലുമ്പോൾ എന്നെ ന്യായം വിധിക്കാനിരിക്കുന്നത് ആരായിരിക്കും? സ്തോത്രം. എല്ലാ മതങ്ങളും പറയുന്ന വാക്കിന് പോലും കണക്ക് പറയണം. മുകളിലൊരു അധികാരിയുണ്ട്. ആരായിരിക്കും ആ അധികാരി? വിശുദ്ധ ബൈബിൾ ആ കാര്യം പറയുന്നു. സ്തോത്രം. ന്യായവിധിയെല്ലാം പിതാവായ ദൈവം തൻ്റെ പുത്രനെ പരമേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി വെള്ള ഷർട്ടിട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ ഏത് വിഭാഗക്കാരാണെങ്കിലും ഒരു ദിവസം മരിച്ചവിടെ ചെല്ലുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശു സ്തോത്രം സിംഹാസനാരൂഢനായിരിക്കും. ആ സിംഹാസനത്തിന് മുമ്പിൽ എന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതുപോലൊരു ദിവസം നിൽക്കേണ്ടി വരും. എൻ്റെ സഹോദരങ്ങളെ, സാത്താൻ തന്ത്രശാലി ആയിരിക്കാൻ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നറിയാം, ഒരേ ഒരു ദൈവം ഉണ്ടെന്നറിയാം. ആ ദൈവത്തെ വിശ്വസിക്കാതിരിപ്പാൻ മനുഷ്യന്റെ ഹൃദയം ഇരുട്ടാക്കി കളഞ്ഞു. അപ്പൊ ആ ഇരുട്ട് അവിടെ കിടക്കുന്നിടത്തോളം കാലം സത്യദൈവത്തെ കാണിയല്ല. അങ്ങനെ ഒരു പ്രശ്നം മനുഷ്യന്റെ അകത്ത് സാത്താൻ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. സ്തോത്രം. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, ബൈബിളിൽ വായിച്ചിട്ടില്ലേ, സുവിശേഷം കയറുമ്പോൾ ഒരു വാക്ക് പൗലോസ് എഴുതി, ഹൃദയദൃഷ്ടി പ്രകാശിച്ചു. അതിനർത്ഥം എന്താ? ഈ ഇരുട്ട് മാറി. ആ ഇരുട്ട് മാറി ഹൃദയദൃഷ്ടി പ്രകാശിച്ചവനെ നിങ്ങൾ 1.5 ഇഞ്ച് മിറ്റിന് തോർത്തെ കെട്ടിയിട്ട് കുനിച്ചു നിർത്തി നട്ടലിട്ട് അടിച്ചാലും അവൻ വേറൊരു ദൈവത്തിന് മുമ്പിൽ ആരാധിക്കുകയല്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ. അല്ലാത്തവൻ പോകുന്ന വഴിക്കൊന്നും ചെയ്യുമായിരിക്കും. ഹൃദയദൃഷ്ടി, ഹൃദയത്തിന് ഇരുട്ട് മാറിയവൻ, അവൻ ഈ ദൈവത്തെ തിരിച്ചറിയും. അവൻ പിന്നെ മറ്റൊരു ദൈവത്തെ ആരാധിക്കില്ല. അതാണ് ഈ വേദപുസ്തകത്തിന്റെ ഉള്ളടക്കം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ അതിന്റെ ഗുണം സത്യദൈവത്തെ തിരിച്ചറിയും. ഇത് തിരിച്ചറിയാതിരിക്കാൻ ഹൃദയം കുരുടാക്കി. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യമാണ്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. രണ്ടാമത്തത് മനസ്സ് കുരുടാക്കി എന്നൊരു വാക്ക് കണ്ടോ? മനസ്സ്. മറ്റത് ഹൃദയമാണ്, ഇത് മനസ്സാണ്. സ്തോത്രം. മനസ്സ് കുരുടാക്കി. മനസ്സ് കുരുടാക്കുക എന്ന് പറഞ്ഞാൽ സ്തോത്രം. ഹല്ലേലൂയ. ആ മനസ്സ് കുരുടാക്കിയാൽ സംഭവിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ. അപ്പൊ സുവിശേഷം കേൾക്കുമ്പോൾ ഈ മനസ്സ് കുരുടായാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഒരു തരം ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരികയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പോകണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഓർത്തോളം, ഇത് നിങ്ങൾക്കങ്ങ് ദഹിക്കുന്നില്ല. രാത്രി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. കാരണം മനസ്സ് കുരുടാക്കിയാൽ ഇത് ദഹിക്കുകയില്ല. സുവിശേഷം കേൾക്കുമ്പോഴേ ഒരു അലർജി ഉണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിവൃത്തിയുള്ളൂ. കേസിനും വഴക്കിനും ഒന്നിനും പോകാത്തതിൻ്റെ കാരണം ഈ പരിജ്ഞാനം ഉള്ളത് കൊണ്ടാണ്. കാരണം ഇത് കോടതി തീരുന്ന വിഷയമല്ല, ഇത് കോംപ്രമൈസ് തീരുന്ന വിഷയമല്ല. വിവരമുള്ള ഈ പുസ്തകം അറിയാവുന്ന ഞങ്ങൾക്കറിയാം, സാത്താൻ മനസ്സ് കുരുടാക്കിയതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു വെപ്രാളം ഉണ്ടാകും. കാരണം മനസ്സ് കുരുടാക്കിയാൽ ഇത് ശോഭിക്കുകയല്ല.
യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. ആരുടെയെങ്കിലും ഹൃദയത്തിനകത്ത് സുവിശേഷം ശോഭിച്ചാൽ അവൻ വീണ്ടും ജനനത്തിലേക്ക് നയിക്കപ്പെടും. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അവൻ ദൈവത്തിന്റെ മകനായി മാറും. അവന്റെ പേര് സ്വർഗത്തിലുണ്ടാകും. അവന് കൃപ കൊടുക്കും, അഭിഷേകം കൊടുക്കും. അവൻ ദൈവരാജ്യത്തിന്റെ പങ്കാളിയാകും. ഇതറിയാവുന്ന സാത്താൻ മനസ്സ് കുരുടാക്കും. ഇന്ന് രാത്രി മനസ്സ് കുരുടാക്കി കഴിയുമ്പോൾ പിന്നെ കൂട്ടായ്മ വേണ്ട, വേദപുസ്തകം വേണ്ട, അതിനേക്കാളൊക്കെ ഇഷ്ടം മറ്റു പലതുമായിരിക്കും. ഒരു പ്രസംഗം കേൾക്കാൻ പോലും താല്പര്യം കാണുകയില്ല. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ നന്നായി സ്തോത്രം പറയാനൊരു കാര്യം ഞാൻ പറയാം. ഈ രാത്രി ഇച്ചിരി ദൂരെ നിന്നാണ് വന്നതെങ്കിലും ഷാജിപ്പാസ് വന്നതുകൊണ്ട് ആലത്തൂർ സെൻട്രൽ കൺവെൻഷനൊക്കെ മാറ്റിവെക്കേ. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സന്തോഷത്തോടെ ഈ സുവിശേഷം കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സ് വന്നതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സിൽ ഇരുട്ടില്ലാത്തത് കൊണ്ടാണ്. അതിനൊരു നല്ല സ്തോത്രം പറഞ്ഞേക്കണം. മനസ്സിൽ ഇരുട്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന നിങ്ങളുടെ അതേ രക്തം ഓടുന്ന നിങ്ങളുടെ സ്വന്തം സഹോദരിക്ക്, നിങ്ങളുടെ സ്വന്തം സഹോദരന് ഇരുട്ട് മാറിയില്ല. അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ ഇപ്പോഴും ഒരു തരം പുച്ഛമാണ്. വലിയ കല്യാണത്തിലോ ശവാടക്കിലോ കണ്ടാൽ ഒരു അന്യനെ പോലെ സംസാരിക്കുന്നത്. അവരോട് പിണങ്ങരുത്. കാരണം നിങ്ങളുടെ ഹൃദയത്തിലെ ഇരുട്ട് ദൈവം മാറ്റി. അവരുടെ ഹൃദയത്തിൽ ഇരുട്ട് മാറിയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ആ ഇരുട്ടോടെ മാറട്ടെ. മൂന്നാമത്തതും നാലാമത്തതും കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താം. മൂന്നാമത്തത് എഫേസ്യ ലേഖനത്തിലാണ്. 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ പൗലോസാണ് ഈ മർമ്മങ്ങളെല്ലാം ദൈവസഭയ്ക്ക് സ്തോത്രം ഉപജ്ഞാതാവിനെ പോലെ സമ്മാനിച്ചത്. മൂന്നാമത്തത് ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അടുത്ത വാക്ക്, അവർ അന്ധബുദ്ധികളായി. ആ വാക്ക് കേൾക്കണം. അവർ അന്ധബുദ്ധികളായി, അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മതി. സ്തോത്രം. നിങ്ങൾക്ക് അവിടെ ഒരു വാക്ക് അടിവരയിടേണ്ടത് അന്ധബുദ്ധി. അന്ധബുദ്ധി, ഡാർക്കൻഡ് ഇൻ അണ്ടർസ്റ്റാൻഡ് എന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന മേഖലയാണ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആ മേഖലയിൽ ഇരുട്ടാക്കി, ഡാർക്കാക്കി കളഞ്ഞു. അപ്പൊ എന്താ കുഴപ്പം? ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താ പറ്റും? എന്തോ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടായി. ഇരുട്ടുണ്ടോ അവിടെ? സ്തോത്രം. ഭർത്താവിന് ഭാര്യയെ മനസ്സിലാക്കാൻ, കാരണം എന്ത് കാലേ വീണ് കരഞ്ഞു. നിങ്ങൾ എന്നെ വിശ്വസിക്ക്, മനസ്സിലാക്ക് എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഭാഷ പറഞ്ഞ സംശയം, തെറ്റിദ്ധാരണ. ഏറ്റവും അധികം സാത്താൻ ചെയ്യുന്ന ചതിയാണിത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മനുഷ്യന്റെ പ്രശ്നം കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞങ്ങൾക്കറിയാം സാത്താൻ അണ്ടർസ്റ്റാൻഡിങ് മേഖലയെ ഇരുട്ടാക്കി. ഇത്രയും നേരത്തെ പ്രസംഗത്തിനകത്ത് ഞാൻ മനുഷ്യർക്ക് ഗുണമുള്ളതേ പറഞ്ഞോളൂ. ചിലപ്പോൾ ചിലരിത് കേൾക്കുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ആയിരിക്കില്ല. അവരുടെ മനസ്സിനകത്ത് ഇത് വേറെ ഏതാണ്ട് സംഭവമാണ്, ഇത് സായിപ്പിന്റെ കാശ് മേടിക്കാനുള്ള പണിയാണ്, ഇത് ഫോട്ടോ എടുത്ത് അയക്കുകയാണ്, ഇതേ മനസ്സിലാകുള്ളൂ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും? കാരണം അണ്ടർസ്റ്റാൻഡ് മേഖല മുഴുവൻ ഇരുട്ടാണ്. നമുക്ക് വേറൊരു ഉദ്ദേശമില്ല. ആളുകൾ നരകത്തിൽ പോകാതിരുന്നാൽ മതി, നിത്യജീവനെ അവകാശമാക്കിയാൽ മതി, കുടുംബത്തിൽ സമാധാനം കൊടുത്താൽ മതി, സമൂഹം നന്നായാൽ മതി. അതേ ഇതിന്റെ പുറകിൽ ഉദ്ദേശമുള്ളൂ. അതിനിവിടെ പഠിച്ച പണി 18 നോക്കിയിട്ടും സർക്കാർ നോക്കിയിട്ടും നടക്കാതെ വരുമ്പോൾ അതിന്റെ യഥാർത്ഥ വഴി മനുഷ്യന്റെ മനസ്സിലും മനസാക്ഷിയിലും ബുദ്ധിയിലും ഹൃദയത്തിലും കയറി ഇരുട്ട് സുവിശേഷം എന്ന ദിവ്യ പ്രകാശം കൊണ്ട് തുടച്ചു മാറ്റുന്നു. ആ മനുഷ്യനായി മാറുന്നു. അവൻ എല്ലാരെയും സ്നേഹിക്കുന്നു. അവൻ മതവൈരിയാകാതിരിക്കുന്നു. അവൻ ദൈവപ്രിയനായി മാറുന്നു. അവൻ ദൈവത്തിനായി ജീവിക്കുന്നു. അവൻ മദ്യപാനം നിർത്തുന്നു. ആ കാശ് അവന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു. മയക്കുമരുന്നിനും കള്ളത്തരത്തിനും കൂട്ടുനിൽക്കാതിരിക്കുന്നു. അവൻ കൈക്കൂലി വാങ്ങാതെ ജീവിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. അങ്ങനെ അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നു. അതാണ് ഈ മാർഗം. പക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാകാത്തതിന്റെ കാരണം അണ്ടർസ്റ്റാൻഡിങ് മേഖലയിൽ ഇരുട്ട് കയറ്റി. നമ്മളിനി എന്തൊക്കെ ചെയ്താലും ഈ ഇരുട്ട് കിടക്കുന്നിടത്തോളം കാലം ആളുകൾക്കിത് മനസ്സിലാകില്ല. എന്നിട്ടും തല്ലുകൊണ്ടാലും നിന്ദിക്കപ്പെട്ടാലും
അവഗണിക്കപ്പെട്ടാലും തെറ്റിദ്ധരിച്ചാലും ഒരു പഴുത് കിട്ടിയാൽ ഒരു കുടുംബം പോലും തകരരുത്, ഒരാൾ പോലും ആത്മഹത്യ ചെയ്യരുത്, ആരും നിത്യനാശത്തിൽ പോകരുത് എന്ന നല്ല ചിന്തയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പാവപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ സ്തോത്ര കാഴ്ചയിടുന്ന തുച്ഛമായ പണം കൊണ്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രതിജ്ഞാബദ്ധമായിരിക്കുന്ന ആത്മീക സമ്മേളനമാണിത്. ഇന്ന് രാത്രികാലം ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ചിലരെയൊക്കെ പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ആളുകളെ തെറ്റിദ്ധരിക്കരുത്. ഇരുട്ട് കയറിയ മേഖലയിൽ വെളിച്ചമെത്തണം. അതെത്തിയാൽ ഒരു വലിയ ഉണർവുണ്ടാകും. സ്തോത്രം. നാലാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ മൈക്ക് അധ്യക്ഷന് കൊടുക്കാം. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നിർവഹിക്കട്ടെ. നാലാമത്തത് കർത്താവ് പറഞ്ഞൊരു വാക്യമാണ്. വിശുദ്ധ മത്തായി 6:23. അല്പം വ്യാഖ്യാനിച്ചെടുക്കേണ്ടതാണെങ്കിലും ഒറ്റ വാക്കിൽ പറയാം. 6:23 നാലാമത്തെ. കണ്ണ് കേടുള്ളതെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ എത്ര വലിയത്. ഇരുട്ടത്ര വലിയത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും എന്നുദ്ദേശിച്ചത് എന്നെ പോലെ തൊലി കറുത്ത് എന്നുള്ളതല്ല. സ്തോത്രം. പിന്നെ എന്താണ് അവിടെ ഒരു മർമ്മമാണ് യേശു പറഞ്ഞത്. ഇരുട്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ പൈശാചികമായിരിക്കുന്നൊരു സിമ്പലാണ്. ഇപ്പം ശരീരത്തിൽ ഇരുട്ട് കയറിയെന്ന് പറഞ്ഞാൽ മുഴുവൻ രോഗമാണ്. ശരീരം മുഴുവൻ. മനുഷ്യൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. മഹാദൈവം നമുക്ക് വേണ്ടി തന്നതാണ് ഈ ശരീരം. ഇതിനകത്താണ് മനുഷ്യൻ വസിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ മുഴുവൻ ഇരുട്ട്. അതുകൊണ്ട് ഒരിക്കലും സ്വസ്ഥതയില്ല ശരീരത്തിന്. രോഗമാണോ കോടിക്കണക്കിന്. ഏറ്റവും കൂടുതൽ ഇന്ന് സ്തോത്രം ഇവിടെ പടർന്നു വളർന്നുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ മേഖലയാണ്. കാരണം എത്ര ആസ്പത്രി ഉണ്ടെങ്കിലും ഡോക്ടറെയൊക്കെ 3 മാസം മുമ്പ് ബുക്ക് ചെയ്യേണ്ടി വരുന്നു. കാരണം എന്താ? രോഗികൾ പെരുകുന്നു. ഇന്ന് രാത്രിക്കാലം ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, ഈ 4 മേഖലയിൽ ഇരുട്ട് കയറിയാൽ ബാക്കി മനുഷ്യൻ എന്തുണ്ട്? ഹൃദയത്തിലിരുട്ട്, മനസ്സിലിരുട്ട്, ബുദ്ധിയിലിരുട്ട്, ശരീരത്തിലിരുട്ട്. ഈ 4 മേഖലയും സാത്താൻ കൈയടക്കി. എന്നിട്ട് കളിപ്പാവയെപ്പോലെ ദുഷ്ടൻ കൊണ്ട് നടക്കുക. അവർക്കിതറിയാൻ കഴിയുന്നില്ല. ഒരു ദിവസം കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്ന അറബ് മൃഗത്തെ പോലെ അവസാനിക്കും. അത് സംഭവിക്കാതിരിപ്പാൻ ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭയുടെ ആലത്തൂർ സെന്റർ ക്രമീകരിച്ച സുവിശേഷ യോഗത്തിൻ്റെ പ്രഥമ രാത്രി ആരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുക. യേശു മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് വിടുവിപ്പാൻ വന്നവനാണ്. ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല, ആളെ കൂട്ടാൻ വന്നവനല്ല. സ്തോത്രം. യേശുവിനൊറ്റ ഉദ്ദേശമുള്ളൂ, സാത്താൻ ഇരുട്ടാക്കിയ ചില കുടുംബങ്ങളെ വെളിച്ചമാക്കണം. അതിനിന്ന് രാത്രി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. ഞാൻ 2-3 വാക്യം കൂടി എഴുതി കൊടുത്തിരുന്നു, പക്ഷെ അവിടേക്ക് കടക്കാൻ നിർവാഹമില്ല. ഇപ്പം ഇവിടെ നിർത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നാടിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്ര. ഹല്ലേലൂയ. തെക്ക് നിന്ന് തിരുവല്ല കോട്ടയം പ്രദേശത്ത് നിന്ന് ഓടി വന്ന് ഊഷരമായിരിക്കുന്ന സുവിശേഷത്തിന് വരണ്ട് കിടക്കുന്ന ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ട് ഓടിപ്പോകുമ്പോൾ ഒരു ഭംഗി വാക്ക് പറഞ്ഞിട്ട് പോകാനല്ല. എൻ്റെ മനസ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ചത് അവിടെ ആയതുകൊണ്ട് ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ ഈ സമയത്ത് പറ്റത്തില്ലല്ലോ. ഞാൻ ഈ സത്യം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കൊരു 100 പേരെങ്കിലും വെച്ച് പ്രാർത്ഥിക്കാം. അടുത്ത കൊല്ലം യേശു വരാൻ താമസിച്ചാൽ ഇവിടെ ഉത്തരവാദിത്ത ബോധമുള്ള കർത്തൃദാസന്മാരുണ്ട്. ആലത്തൂർ സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ദൈവദാസനുണ്ട്. വടക്കഞ്ചേരി സെൻറ്ററിൻ്റെ ചുമതല വഹിക്കുന്ന ദൈവദാസനുണ്ട്. പാലക്കാട് സോണലിൻ്റെ ചുമതല വഹിക്കുന്ന ദൈവദാസനുണ്ട്. ഷാരോൺ ചർച്ചിൻ്റെ ദൈവദാസനുണ്ട്. ചിറ്റൂർ സെൻറ്ററിൻ്റെ ദൈവദാസനുണ്ട്. ലോക്കൽ സഭകളുടെ കർത്തൃദാസന്മാരുണ്ട്. ആത്മഭാരമുള്ള ദൈവമക്കളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും കൂടെ ഇന്നൊരുപക്ഷെ ഈ സന്ദേശം പുറത്താരും കേട്ട് കാണില്ല, പക്ഷെ ദൈവം ഇതിൽ പ്രസാദിക്കും. കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീടിൻ്റെ ഇടത്തും വലത്തും താമസിക്കുന്ന ചില കുടുംബത്തിൽ വെളിച്ചം കയറ്റിവിടും. അവർ ഇരുട്ടിനെ അറസ്റ്റ് ചെയ്ത് മാറ്റും. ശത്രുക്കളെ പോലെ പെരുമാറുന്നവർ ശത്രുക്കളായിട്ടല്ല, അവരെ ദുഷ്ടൻ ഇരുട്ടിന് പാർപ്പിച്ചിരിക്കുക. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, തെറ്റിദ്ധരിക്കുക. നിങ്ങൾ യോഗത്തിന് പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു പാസ്സാകുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുക. കാരണം മുഴുവൻ ഇരുട്ടിൽ കിടക്കുക. ഇന്ന് രാത്രി വെളിച്ചങ്ങൾ വീശാൻ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയാകും. അന്ധത മാറട്ടെ, ഇരുട്ട് മാറട്ടെ, വെളിച്ചം കയറട്ടെ. അതിനുവേണ്ടി ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ഒരു 100 പേരെ ഈ പ്രദേശത്ത് ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ.
എത്രയും ദൈവമക്കൾ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയിക്കൊള്ളാം. നിങ്ങളെ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കാം. ഈ പ്രദേശങ്ങളിൽ ഈ വചനം ഫലിക്കട്ടെ. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഒരു കൊല്ലത്തേക്ക് ഈ ദൂത് ഈ നാട്ടിൽ പ്രകമ്പനം കൊള്ളട്ടെ. ചില കുടുംബങ്ങളിൽ ഇരുട്ട് മാറ്റട്ടെ. സ്തോത്രം. ദൈവമായ കർത്താവ് ഒരു വിശേഷതയില്ലാതെ മനുഷ്യനാണെന്നും പറഞ്ഞ് ജീവിക്കുന്ന ചിലരെ വിശേഷതയുള്ളവരാക്കി മാറ്റട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നിൽക്കുന്ന ദൈവമക്കൾ അവരെ ആദ്യം ഏൽപ്പിക്കുന്നപ്പ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇരുട്ടിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു, സ്വർഗം അതിനെ വെളിച്ചമാക്കി മാറ്റണം. എല്ലാവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണപ്പാ. അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കണമേ. ഒപ്പം ഞങ്ങൾ ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. കേരളത്തിൻ്റെ അങ്ങ് വടക്കേ അതിർത്തി മുതൽ ഇങ്ങോട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥാ യേശുവേ, ഈ പ്രദേശമെല്ലാം, ഈ പാലക്കാട്, തൃശ്ശൂർ ജില്ലകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അനേക ആളുകളുടെ ഇരുട്ട് മാറട്ടെ, വെളിച്ചം കയറട്ടെ, അവർ ദൈവത്തിന് പ്രയോജനമാകട്ടെ. ഇവിടെ വന്ന ദൈവമക്കൾ ലാഭമാകട്ടെ. ഒരു പേരിന് ദൈവവൈതലാകാനല്ല, പേരിന് പാസ്റ്ററാകാനല്ല, ഞങ്ങൾ ലാഭമാകട്ടെ, അനേകരെ നേടട്ടെ. ദൈവം അത് ചെയ്യട്ടെ. അതിൻ്റെ കൃപയും വരവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭകളിലെല്ലാം ആത്മാക്കൾ വരണം. വെളിച്ചം വന്നാൽ ഇരുട്ട് മാറിയല്ലേ പറ്റൂ. കർത്താവാകുന്ന വെളിച്ചം വരണമേ. പലരിൽ നിന്നും ഇരുട്ട് മാറണമേ. ഈ സെന്ററിനെയും സെന്റർ ശുശ്രൂഷകനെയും കൂട്ടുപ്രവർത്തകരെയും എല്ലാം അനുഗ്രഹിക്കുന്നു. ഈ നിൽക്കുന്ന ആരുടെയെങ്കിലും ശരീരത്തിൽ ഇരുട്ട് കയറി രോഗത്തിൻ്റെ മേൽ രോഗമായി നിൽക്കുന്നെങ്കിൽ ഞാൻ പ്രസംഗിച്ച വചനമയച്ച് രോഗമാകുന്ന ഇരുട്ടിനെ മാറ്റി ഇന്ന് തന്നെ ഒരു അടയാളം ചെയ്യണം കർത്താവേ. സൗഖ്യമാകട്ടെ, വിടുതലാകട്ടെ, കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.